കിളിമാനൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഒരു സ്വാതന്ത്ര്യദിന പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതുപോലൊരു പോസ്റ്റർ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സൈസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് അത് നമുക്ക് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ റാ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം സാച്ചുറേഷൻ ഞാൻ ഒരല്പം കുറച്ച് കൊടുക്കുന്നുണ്ട്. അല്പം കുറച്ച് ടെമ്പറേച്ചർ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യണേ. ഓക്കെ, ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഈ ഫോട്ടോ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജക്റ്റ് എന്നത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ സബ്ജക്റ്റ് മാത്രമായിട്ട് ഒരു സെലക്ഷൻ കിട്ടും. സെലക്ഷൻ കിട്ടി നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. അപ്പം സെലക്ഷൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ഥലത്തും സെലക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ സെലക്ഷൻ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഫെദർ കൊടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് എന്ന ഓപ്ഷനിൽ മോഡിഫൈ എന്നതിൽ ഫെദർ കൊടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് F6 ആണ് വരുന്നത്. ഫെദർ ഞാനിവിടെ 1 കൊടുക്കുക, Ctrl J കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു കോപ്പി കിട്ടും. ഓക്കെ, ഒറിജിനൽ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയെ നമുക്ക് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഫിൽറ്റർ എന്നതിൽ പോകുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമ്മളിപ്പോൾ അവസാനം ചെയ്ത ആ ഒരു ഫിൽറ്റർ എഫക്റ്റ് ഇവിടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. അത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോ ചെറുതായിട്ട് ഒരു കളർ ഷെയ്ഡ് മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ യെല്ലോ കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമേജ് എന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിൽ പോയിട്ട് ഇവിടെ സെലക്റ്റീവ് കളർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്കിവിടെ കാണാം റെഡ് എന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് യെല്ലോ സെലക്ട് ചെയ്യാം. യെല്ലോ എന്നിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ അറ്റത്തേക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മജന്ത എന്നുള്ള സ്ഥാനത്ത് മജന്തയും ഞാൻ ഒരല്പം ഏകദേശം ഫുള്ളായിട്ട് ഇങ്ങനെ അറ്റത്തേക്ക് കൊടുത്ത് സിയാൻ ഒരല്പം കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ യെല്ലോയുടെ സ്ഥാനത്ത് നമുക്ക് സിയാൻ ഒരല്പം കൂട്ടിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റെഡിൻ്റെ സ്ഥാനത്തും സിയാൻ നമുക്ക് ഒരല്പം കൂട്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാം ഞാൻ ഇതിലും ഫുള്ളായിട്ട് കുറയ്ക്കുകയാണ്. ഇത്രയും ചെയ്ത് നമ്മൾ ആ ഫോട്ടോയെ നമുക്കൊന്ന് കളർ ഒരു മാറ്റം വരുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ താഴേക്കുള്ള ഭാഗത്ത് ഞാൻ ഇത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയാണ്. അപ്പോൾ ഷോർട്ട് കട്ട് ആണ് വരുന്നത്. ഇറേസ് ടൂൾ എടുക്കുക. ഇറേസ് ടൂൾ എടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഈ ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇത്ര ഭാഗം ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ഫോട്ടോ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇവിടെ 2 പട്ടാളക്കാരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ഫോട്ടോ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഈ ഫോട്ടോയെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് സബ്ജക്റ്റ് എന്നത് കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോയ്ക്കും നമുക്ക് അതുപോലെ നേരത്തെ പോലെ തന്നെ ഒരു സെലക്ഷൻ കിട്ടും. അപ്പോൾ സെലക്ഷൻ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം സെലക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടേക്ക് നമുക്ക് സെലക്ഷൻ കുറച്ച് ഭാഗം കൂടി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ലാസോ ടൂൾ എടുക്കുക. ഷോർട്ട് കട്ട് L ആണ് വരുന്നത്. ഇവിടെ നിന്നും ലാസോ ടൂൾ എടുക്കുക. ഓക്കെ, ലാസോ ടൂൾ എടുത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തും കൂടി ആ ഒരു സെലക്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ അത്യാവശ്യം സെലക്ഷൻ വേണ്ട ഭാഗമാണ്. അതുകൊണ്ട് അവിടേക്ക് ഒന്നുകൂടി ഒന്ന് വരച്ച് കൊടുക്കാം. ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് സെലക്ഷൻ ആവശ്യമില്ലാത്ത സ്ഥലമായതുകൊണ്ട് കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും ഭാഗത്ത് സെലക്ഷൻ പോയി കിട്ടും. ഇപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് സെലക്ഷൻ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ലാസ്റ്റ് ടൂൾ ഉപയോഗിച്ച് വരച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു സെലക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതലും ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഷോർട്ട് കട്ടും നമ്മുടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഏതൊക്കെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ഓരോ ഷോർട്ട് കട്ടും ആ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഫോട്ടോഷോപ്പിലുള്ള ഓരോ ടൂളും നമുക്ക് ഉപയോഗിച്ച് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷിഫ്റ്റ് F6 കൊടുക്കാം. ഫെദറാണ്. ഫെദർ എടുത്ത് ഫെദർ 1 കൊടുത്ത് അതിനുശേഷം Ctrl J കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമുക്കിവിടെ കിട്ടും. ഒറിജിനൽ ഇമേജ് നമുക്കിനി ആവശ്യമില്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ഞാൻ ഒരല്പം കൂടി അതിനൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വയ്ക്കുകയാണ്. അല്പം കൂടി ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനും ഈ കുട്ടിയുടെ ഫോട്ടോയ്ക്കും നമ്മളൊരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് അതേ കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഫിൽറ്റർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവസാനം ക്യാമറ റാ ഫിൽറ്റർ ആയിരുന്നു എടുത്തതെന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു ഫിൽറ്റർ ഓപ്ഷൻ കാണാൻ പറ്റും. അത് കൊടുക്കുമ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ഇപ്പോൾ ഒരു കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഫോട്ടോ കൂടി കൊണ്ടുവരാം നമ്മുടെ വർക്കിലേക്ക്. ഇതൊരു ലേഡീസ് പട്ടാളക്കാരിയുടെ ഒരു ഫോട്ടോ കൂടിയാണ് എത്തിയിട്ടുള്ളത്. ഈ ഫോട്ടോ നമുക്ക് അല്പം ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം നേരത്തെ പോലെ തന്നെ സെലക്റ്റിൽ പോയിട്ട് സബ്ജക്റ്റ് എന്നത് കൊടുത്ത് ഈ ഫോട്ടോയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മുടെ ഫയലിൻ്റെ സൈസിനനുസരിച്ചാണ് ഈ ഫോട്ടോ സെലക്ട് ആവാൻ വേണ്ടിയിട്ടൊരു താമസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഭാഗം സെലക്ഷൻ ആവശ്യമുള്ളത് കൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലാസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ആവശ്യമില്ലാത്ത കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ച് ആ സെലക്ഷൻ നമുക്കിവിടെ കളയാനും പറ്റും. അപ്പോൾ സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് വരച്ചു കൊടുക്കുക. വേണ്ടാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഒരുവിധമുള്ള ഭാഗത്തൊക്കെ സെലക്ഷൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫയലിൽ ഇത്രയും ഭാഗത്ത് സെലക്ഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതായി ഇവിടെ ഇത്രയും ഭാഗമുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ സെലക്ഷൻ കിട്ടാത്ത സ്ഥലങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതുപോലെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്ത് നമുക്ക് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഒന്ന് സെലക്ഷൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോട്ടോ എല്ലാ സ്ഥലത്തും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്ര ഭാഗം സെലക്ഷൻ ആവശ്യമില്ല. അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് വരച്ചെടുക്കുമ്പോൾ അവിടെ ഓക്കെ ആവും. ഇനി വീണ്ടും നമ്മൾ ഷിഫ്റ്റ് F6 കൊടുക്കുക. ഫെദർ ഒന്ന് കൊടുത്ത് കൺട്രോൾ J കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടും. കോപ്പി എടുത്തതിന് ശേഷം ഈ ഫോട്ടോയെ നമുക്ക് അല്പം ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം. ഇനി ഈ ഫോട്ടോയ്ക്ക് നമ്മൾ നേരത്തെ ഈ ഫോട്ടോയ്ക്കൊക്കെ കൊടുത്ത ഒരു കളർ ഷെയ്ഡ് തന്നെ കൊടുക്കാം. അപ്പോൾ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ റാ ഫിൽറ്റർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിനും അതേ കണക്കൊരു കളർ ചേഞ്ച് നമുക്കിവിടെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കട്ട് ചെയ്ത് PNG ഫയലായിട്ട് വെച്ചേക്കുകയാണ്. ആ ഫയൽ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഏറ്റവും പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ട് മുകളിലായിട്ടാണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ലെയറിൽ പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. അല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ഓരോ ലെയറായിട്ട് അത് പുറകിലേക്ക് പോകും. ഓക്കെ, ഈ കൺട്രോൾ T കൊടുത്ത് ഒരു അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കുകയാണ്. വലുതാക്കി ഈ ഒരു ഭാഗത്ത് ഇത്രയും കാണാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ച് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഈ താഴേക്ക് വന്നിട്ടുള്ള ഈ ഒരു വടിയുടെ ഭാഗം നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ ഇറേസ് ടൂൾ എടുക്കുക. ഷോർട്ട് കട്ട് ആണ്. ഇത്രയും ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കൊടുത്ത ആണെങ്കിൽ അല്പം കൂടി ഒന്ന് വലുതാക്കി വെക്കാം. ഇനി നമുക്ക് നേരത്തെ ബാക്ക്ഗ്രൗണ്ടിനും ഈ ഫോട്ടോകൾക്കെല്ലാം കൊടുത്ത അതേ ഒരു കളർ ഷെയ്ഡ് തന്നെ ഇതിനും കിട്ടാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്യാമറ റാ ഫിൽറ്റർ കൊടുത്താൽ മതി. അപ്പോൾ അതിന് ചെറിയൊരു മങ്ങിയൊരു ഷെയ്ഡ് കിട്ടും. അടുത്തതായി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു ചെറിയൊരു ഡോട്ട് എഫക്റ്റ് കൂടെ കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വച്ചതിന് ശേഷം നമുക്കിവിടെ ലെയറിൽ പോയിട്ട് ബ്ലെൻഡിങ് മോഡ് നോർമൽ എന്നത് മാറ്റി കളർ ഡോഡ്ജ് എന്നത് കൊടുക്കാം. ഓക്കെ, കളർ ഡോഡ്ജ് കൊടുത്ത് നമ്മുടെ ആ ഒരു ഇപ്പോൾ കൊണ്ടുവന്ന എഫക്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഈ ഒരു ഫീൽ കൂടെ കിട്ടുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള എഴുത്തുകൾ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്നൊരു എഴുത്ത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ക്വാളിറ്റി കുറവുള്ള ഒരു ഫയലാണ്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ട് മുകളിലത്തെ ലെയറായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കിട്ടും. ക്വാളിറ്റി കുറവുള്ള ഫയലാണ്. നമുക്ക് വലുതാക്കി ഇങ്ങനെ ഒന്ന് വലുതാക്കി ഇത്രയും ഒന്ന് വലുതാക്കി വെക്കണം. ഇമേജ് എന്നതിൽ പോയി അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിൽ ലെവൽസ് എന്നത് കൊടുക്കുക. ഓക്കെ, ലെവൽസ് കൊടുത്ത് ഈ ഒരു വൈറ്റ് പോർഷൻ ഇത്രയും നീട്ടി കൊടുത്ത് ബ്ലാക്കിൻ്റെ പോർഷൻ അതുപോലെ തന്നെ ഇങ്ങോട്ടൊന്ന് നീട്ടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാജിക് വാൻ ടൂൾ എടുക്കുക. ഷോർട്ട് കട്ട് W ആണ് വരുന്നത്. അതായത് മാജിക് വാൻ ടൂൾ എടുത്ത് ജസ്റ്റ് ഈ വൈറ്റ് പോർഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ സിമിലർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ വൈറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് വൈറ്റ് കിട്ടും. ഡിലീറ്റ് കൊടുക്കുമ്പോൾ ആ വൈറ്റ് പോർഷൻ എല്ലാം ഡിലീറ്റ് ആയി പൊക്കോളും. അതിനുശേഷം സെലക്ഷൻ കളയാം. കൺട്രോൾ D ആണ് ഷോർട്ട് കട്ട് വരുന്നത്. അല്ലെങ്കിൽ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഡീസെലക്ട് കൊടുത്താലും മതി. ഓക്കെ, ഇനി നമുക്കിത് ഒരു വൈറ്റ് കളർ കൊടുക്കാം. നമ്മുടെ ഫയലിൽ കുറച്ചുകൂടെ അറിയാൻ പറ്റുന്ന വൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ്. അതുകൊണ്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് അതിനൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം എടുത്ത ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു കോപ്പിയുടെ നമുക്ക് എടുക്കാം. കൺട്രോൾ J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. കോപ്പി എടുത്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്നതിലെ ഗോഷൻ ബ്ലർ എന്നത് കൊടുക്കുകയാണ്.
ബ്ലർ എന്നതിൽ ഗോഷൻ ബ്ലർ കൊടുത്ത് ഇവിടെ നമുക്ക് റേഡിയസ് ഒരല്പം ഒന്ന് കൂട്ടിയിട്ട് നോക്കാം. നമുക്ക് എത്രത്തോളം കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവും എന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 10 കൊടുത്താൽ മതിയാവും. നമുക്കിവിടെ ഞാനൊരു 10 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം ഈ മുകളിലേക്കുള്ള ഭാഗത്ത് നമുക്ക് ഇറേസർ ടൂൾ എടുത്ത്, ഷോർട്ട് കട്ട് ആണ് ഇറേസർ ടൂൾ എടുത്ത് ഈ ആകാശം വരുന്ന ഭാഗത്ത് നമുക്കതൊന്ന് ഇപ്പം നമ്മൾ ബ്ലർ ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇറേസ് കൊടുക്കാം. അപ്പം ഇത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന രീതി കൂടെ കിട്ടും. ഇവിടെ ഇമേജ് എന്ന ഓപ്ഷനിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ലെവൽസ് എന്ന് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ബ്ലർ ചെയ്ത ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഷെയ്ഡ് ഒരു അല്പം കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ എഴുത്ത് കുറച്ചുകൂടി നമുക്കൊരു വിസിബിലിറ്റി കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡോട്ടഡ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മളിപ്പോൾ ബ്ലർ ചെയ്ത ബാക്ക്ഗ്രൗണ്ടിനെ തൊട്ട് താഴത്തെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇടാം. അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ലെയറിൽ കാണാം അത് തൊട്ട് താഴത്തെ ലെയറായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇത് കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ലോഗോ ഞാൻ എന്താ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളയണം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലി എന്നത് മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കും. സ്ക്രീൻ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് പൂർണ്ണമായിട്ടും പോകുന്ന ആ ഒരു ഫയൽ നേരെ ഒന്നും അറിയാൻ പറ്റാത്ത രീതിക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വഴിയുണ്ട്. നമ്മൾ ഈ വർക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ലെയറിൽ പോകുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ ഇവിടെ എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ബ്ലെൻഡിങ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബ്ലെൻഡിങ് മോഡ് എടുത്തതിന് ശേഷം നമ്മളിവിടെ അപ്പോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ആവും. എന്നിട്ട് ലെഫ്റ്റ് ഉള്ള ഫയല് നമ്മളിങ്ങനെ ഇടത്തേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ മുകളിലും ഒരു ബട്ടൺ ഉണ്ട്. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് അതിനും ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് പോർഷൻ ഒന്ന് വലതേക്ക് നീക്കി കൊടുക്കുക. ഇത്രയും ഒന്ന് വലതേക്ക് നീക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിക്ക് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ഇത് ആ ബ്ലാക്ക് പോയിട്ട് കിട്ടും എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയും ചെയ്ത് നമുക്ക് ആവശ്യത്തിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുക. കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് ഒന്ന് ചെറുതാക്കി ഇത് ഈ ഒരു ഭാഗത്തേക്ക് അല്പം ഒന്ന് ചെറുതാക്കി വെച്ചാൽ മതി. ചെറിയൊരു ലോഗോ പോലെ അവിടെ നിന്നാൽ മതി. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നൊരു എഴുത്ത് ഇംഗ്ലീഷിലും കൂടെ കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ടൂൾ എടുക്കുക. ഷോർട്ട് കട്ട് ടി ആണ് വരുന്നത്. ടൈപ്പ് ടൂൾ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തപ്പോൾ മലയാളമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ എ കൊടുക്കുമ്പോഴത്തേക്ക് അതിലൊരു സെലക്ഷൻ വരും. കൺട്രോൾ ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്യാരക്ടർ മാപ്പ് ഓപ്പൺ ആവും. അവിടെ നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് ഏതാണോ ആ ഫോണ്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു മോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഫോണ്ട് കിട്ടും. അതിൽ വളരെ കനം കുറഞ്ഞൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ലെറ്ററിൻ്റെ വലുപ്പം ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഫയലിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ചെക്ക് സ്പെല്ലിംഗ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്ന് കാണിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അല്പം കൂടി നമുക്കൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഈ ലെറ്ററിൻ്റെ അടിയിലായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അതവിടെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. ഇനി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് ഈ മോൾ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് 2025 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു കോപ്പി കൺട്രോൾ ചെയ്ത് കൊടുത്ത് എടുത്തതിന് ശേഷം അതൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് ഇവിടെ ആഗസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആഗസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ തന്നെ ഒരു കോപ്പിയുടെ എടുത്ത് നമുക്ക് താഴേക്ക് എന്ന് ഇറക്കിയതിന് ശേഷം അവിടെ നമുക്ക് 15 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ 15 എന്നുള്ളതിന് നമുക്ക് ഇതേ സെയിം ഫോണ്ടിൽ തന്നെ ഏറ്റവും ബോൾഡായിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ലെറ്റർ കൊടുക്കാം. അതിനെ നമുക്കൊരല്പം ഒന്ന് വലുതാക്കി വയ്ക്കാം. ഓക്കെ, ഇത്രയും ഞാനൊന്ന് വലുതാക്കി വയ്ക്കുന്നുണ്ട്. ഇത്രയും വലുതാക്കി വെച്ച് ആ 15ൻ്റെ അതേ വലുപ്പത്തിൽ നിൽക്കുന്ന രീതിക്ക് ആഗസ്റ്റ് എന്നുള്ളത് ഒന്ന് ഒതുക്കി അതിനകത്ത് നിൽക്കുന്ന ഒരു രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. 2025 എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടി ഒരു ബോൾഡായിട്ടുള്ള ഫോണ്ട് കൊടുക്കാം. അതിനെ നമുക്കൊരല്പം കൂടി ഒന്ന് വലുതാക്കി അതേ അളവിൽ തന്നെ അതിനകത്ത് നിൽക്കുന്ന ആ ഒരു അളവിൽ ചെയ്യാം. ഇത്രയും ചെയ്ത് നമുക്കിത് മൂന്നും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ലെയർ സെലക്ട് ചെയ്യുക. കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അടുത്തതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അടുത്തതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൂന്നും കൂടി ഒന്നിച്ച് നമുക്കിവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വേണമെങ്കിൽ ചെറുതാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ 15 എന്നുള്ളതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ലെയറിൻ്റെ ബ്ലെൻഡ് മോഡ് നോർമൽ മാറ്റി ഓവർലേ എന്ന് കൊടുക്കാം. അപ്പോൾ അത് ചെറിയൊരു കളർ ഷെയ്ഡ് നമുക്കിവിടെ കിട്ടും. ഇനി ഇതിലേക്കൊരു തിളക്കം ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ലൈറ്റ് എഫക്റ്റ് ഒക്കെ കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ് എഫക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റ് ആദ്യം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവന്ന് വച്ചതിന് ശേഷം കൺട്രോൾ T കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി ഇവിടെ കൊണ്ടുവച്ച് ലെയറിൽ പോയിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ലെയറിൽ പോയിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഇവിടെ നമ്മൾ സ്ക്രീൻ എന്നത് കൊടുക്കുക. സ്ക്രീൻ എന്നത് കൊടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു എഫക്റ്റ് കിട്ടും. കൺട്രോൾ J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും ആ ഒരു എഫക്റ്റ് കളർ ഒന്ന് ഒരു തിളക്കം ഫീൽ കിട്ടും. ഓക്കെ, ഇനി നമ്മളിവിടെ എൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. എൻ്റെ ഒരു കോപ്പിയുടെ എടുത്ത് ഈ തലയുടെ ഭാഗത്തായിട്ട് കൊണ്ടുവച്ച് ഒന്ന് ചെറുതാക്കി വച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. അപ്പോൾ അത് ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ തൊട്ട് മുകളിൽ കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് വലുതാക്കി ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒരു ലൈറ്റ് കൊണ്ട് എഫക്റ്റ് എടുക്കുകയാണ്. ഈ എഫക്റ്റ് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് വയ്ക്കുന്നു. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റാണ് കൊടുത്തത്. കൺട്രോൾ T കൊടുത്ത് അതിനൊന്ന് ചെറുതാക്കി വളരെ ചെറുതാക്കി വെച്ചതിന് ശേഷം വീണ്ടും ബ്ലെൻഡിങ് മോഡ് നോർമലി മാറ്റി സ്ക്രീൻ എന്നത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് അല്പം കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ഇങ്ങനെ മുടിയിലേക്ക് കയറി നിൽക്കുന്ന ഒരു എഫക്റ്റ് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു പ്രാവിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട്. ആ ഇമേജിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ T കൊടുത്തൊന്ന് ചെറുതാക്കി കൺട്രോൾ T കൊടുത്ത് നമുക്കൊന്ന് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുത്ത് ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ പ്രാവ് ഇങ്ങനെ ഒന്ന് പറന്നു പോകുന്നൊരു ഫീലിൽ കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ആ ലെയറിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ഒപ്പാസിറ്റി കുറച്ച് ഒന്ന് മങ്ങി നിൽക്കുന്ന ഫീലിൽ കിട്ടുന്ന രീതിയിൽ കൊടുക്കാം. കുറച്ചുകൂടെ മുകളിലേക്ക് നിൽക്കട്ടെ. ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാം. ഇനി നമ്മളിവിടെ നമ്മുടെ ഫ്ലാഗ് എടുത്തിട്ടുണ്ട്. ഫ്ലാഗിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. കൺട്രോൾ J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിനെ ഇങ്ങോട്ട് നീക്കി കൺട്രോൾ T കൊടുത്ത് ഒന്ന് ചെറുതാക്കി വയ്ക്കുക. ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ചതിന് ശേഷം നമ്മുടെ ആ പെൺകുട്ടിയുടെ ഫോട്ടോയുടെ തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് നമുക്ക് വയ്ക്കാമേ. പെൺകുട്ടിയുടെ ഫോട്ടോയുടെ തൊട്ട് മുകളിലത്തെ ലെയറാക്കി ഇവിടെ വച്ചതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോവുക. അവിടെ ബ്ലർ എന്നതിൽ ഗോഷൻ ബ്ലർ എന്ന് കൊടുക്കുക. ഒരല്പം ഒന്ന് മങ്ങി നിൽക്കുന്ന ഫീൽ കിട്ടുന്ന രീതിക്ക് ഒന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 88-90 കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഇപ്പോൾ കൊടുത്ത ഫ്ലാഗിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണ്. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നീക്കി അതിൻ്റെ ഒരു കോപ്പി എടുത്ത് കൺട്രോൾ T കൊടുത്ത് അതിനെ ഒന്നുകൂടെ ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാം. ഒന്ന് ചെറുതായി അവിടെ നിൽക്കുന്ന രീതിയിൽ കൊടുക്കാം. അതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ഒരല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു നമ്മൾ ബ്ലർ ചെയ്തിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാർക്ക് ഷെയ്ഡ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് I ആണ് വരുന്നത്. കളർ പിക്കർ ടൂൾ എടുക്കുക. ഷോർട്ട് കട്ട് I ആണ്. എന്നിട്ട് ആ ബ്ലാക്ക് കളറിന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുന്നു. പുതിയ ലെയർ എടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കൺട്രോൾ T കൊടുത്ത് ഒന്ന് മുകളിലേക്ക് ഒന്ന് വലിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ നമ്മൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്ന ഫയൽ ചെയ്തിട്ടുള്ള ചെറിയൊരു കളർ ചേഞ്ച് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ലെയറിൽ പോയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കളർ ഓപ്ഷൻ എടുക്കുന്നു. കളർ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഞാൻ ബ്ലാക്ക് 0 കൊടുക്കുന്നു. യെല്ലോ 100 കൊടുക്കാം. മജന്ത ഒരു 20 കൊടുക്കാം. സിയാൻ 0 കൊടുക്കുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം ബ്രഷ് ടൂൾ എടുക്കുന്നു. ഷോർട്ട് കട്ട് B ആണ് വരുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സെലക്ഷൻ കളയാൻ വേണ്ടിയിട്ട് കൺട്രോൾ D കൊടുത്താൽ മതി. ഷോർട്ട് കട്ട് കൺട്രോൾ D ആണ് സെലക്ഷൻ കളയാനായിട്ട്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഫയൽ ഇവിടെ റെഡി ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ലൈക്ക് ചെയ്യുക, നമ്മുടെ വർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.